ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുഴിനകം പിന്നീട് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഒരു ഔഷധം മാറ്റിയെടുക്കും. കുഴിനകം ഒരുപാട് പേർക്ക് കുഴിനകം വരാറുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നഖത്തിനിടയിലേക്ക് ഈ പൊടിയും മണ്ണും ഒക്കെ കയറുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നഖം കയറ്റി വെട്ടുമ്പോഴാണ് ഈ കുഴിനകം കൂടുതലും വരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ വലിയ വേദന ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ മൊത്തം പഴുപ്പും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നാട്ടിലെങ്ങും കിട്ടാത്ത, പണ്ട് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന മൈലാഞ്ചി ചെടിയുടെ ഇലയാണ്. മഞ്ഞൾപ്പൊടി വേണം, വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. മൈലാഞ്ചി നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കേട്ടോ. ഇനി ഇവനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയൊരു പശപ്പാണ് നമ്മുടെ കാലിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ കാലിൽ കഴിഞ്ഞ പ്രാവശ്യം നഖം വെട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് കയറി പോയി കേട്ടോ. അപ്പം അതിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട്, ഒരു വേദനയൊക്കെ വരുന്നുണ്ട്. ആ ഒരു നഖത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സാധനം തേക്കാൻ പോകുന്നത്. നഖത്തെ മുഴുവനായിട്ടും പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുഴിനകം പിന്നീട്